നമസ്കാരം എല്ലാവർക്കും മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ കഴിച്ചാലും നമുക്ക് മതി വരാത്ത നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പഴം നിറച്ചതാണ്. നിങ്ങൾ പഴം നിറച്ചത് പല രീതിയിൽ കഴിച്ചിട്ടുണ്ടാവും. ഉന്നക്കായ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പഴം നിറച്ചത് എന്നുള്ള പേരിൽ. അത് പഴത്തിൻ്റെ ഉള്ളിലാണ് നിറയ്ക്കുക, പക്ഷെ നമ്മൾ പഴത്തിൻ്റെ പുറത്താണ് നിറയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വേണ്ടത് 4 ഇൻഗ്രീഡിയൻസ് ആണ്. നേന്ത്രപ്പഴം കുറച്ച് നീളമുള്ള ടൈപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര, നെയ്യ്, നാളികേരം. ഇത്രയും മാത്രം മതി. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല യമ്മി ആയിട്ടുള്ള നല്ല മധുരമുള്ള പഴം നിറച്ചത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ടി വരും അത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കനം ഒരു മീഡിയം തരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് കോൺസെൻട്രേഷൻ വേണ്ട, കുറച്ച് ക്ഷമ വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലത് നല്ല നീളത്തിൽ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്, ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് ഫയസ് പറഞ്ഞത് ഓർക്കേണ്ടത്. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല, പലതും അങ്ങനെ ആയാലും നമ്മൾക്കൊരു കുഴപ്പമില്ല. അത് തന്നെ, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ദോശക്കല്ല് അല്ലെങ്കിൽ തവ ഒന്ന് ചൂടാക്കിയെടുക്കാം വേഗം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പഴക്കഷ്ണങ്ങൾ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പം അതൊക്കെ അതിലേക്ക് വെക്കണം കേട്ടോ, ഇല്ലെങ്കിലേ ഉള്ളതും കൂടെ ഒടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിലത് ശരിയാവാത്തുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് വെച്ചേക്കണം കേട്ടോ. അതിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിടുന്നതാണ് ഒരു ട്രിക്കി ആയിട്ടുള്ള പാട്ട്. നമുക്ക് ആകെ കുറച്ച് നല്ല ഷേപ്പിൽ കിട്ടിയിരിക്കുന്ന സംഭവങ്ങൾ ഒടിഞ്ഞു പോവാണ്ട് നോക്കണം. അതുകൊണ്ട് വളരെ സ്ലോലി സ്നേഹത്തോടെ വേണം ഈ പഴക്കഷ്ണങ്ങളെ തിരിച്ചിടാൻ. ഇല്ലെങ്കിൽ ഇതേ കണ്ടില്ലേ, ഒരു കക്ഷി ചെറുതായിട്ടൊന്ന് പിണങ്ങിയത് അതുപോലെ പിണങ്ങിയെന്ന് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മറിച്ചിടണം. എന്നിട്ട് അയ്യോ ഒരു മിനിറ്റേ, എൻ്റെ അമ്മേ, ഞാൻ വിചാരിച്ചത് പോയിന്ന്. ഓക്കെ, അപ്പോൾ 2 വശവും അതുപോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് നെയ്യിലേക്ക് ഇതുപോലെ നാളികേരവും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത്ര മതി. ചുവന്ന കളറൊന്നും ആവണമെന്നില്ല. എനിക്ക് കുറച്ചൊന്ന് ഒരു ചുവപ്പ് കളർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്, അതെനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ചോപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് ഈ നാളികേരമായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പഴം നിറയ്ക്കാനുള്ള സംഗതി ഫില്ലിങ് റെഡിയാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതിനെ ഒന്ന് നനച്ച് റെഡിയാക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഇത് ഇങ്ങനെ അടർന്നു പോവും. അപ്പോൾ ഇതുപോലെ പഴക്കഷ്ണത്തിലേക്ക് 1 സ്പൂൺ എടുത്ത് വളരെ ശ്രദ്ധിച്ചൊന്ന് ബാലൻസ് ചെയ്ത് വയ്ക്കാം. ഈ മധുരത്തിനോട് ഒരുപാട് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ ഫില്ലിങ് അത്ര നാളികേരം ഇതൊന്നും അത്ര ഫില്ലിങ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പകുതി ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ ഫില്ലിങ് നമ്മളിങ്ങനെ റോൾ ചെയ്യുന്നതനുസരിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും, പൊടിയായിട്ട് പുറത്തേക്ക് പോവില്ല. ഓക്കെ, കണ്ടില്ലേ, നല്ല പൂ പോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പഴം നിറച്ചത്. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, അതായത് ഫില്ലിങ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർ 3/4 ഭാഗവും
നന്നായിട്ട് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിക്ക ഭാഗത്തും ഈ പറഞ്ഞ ഫില്ലിങ് എത്തും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ആയിരിക്കും. എനിക്ക് ഈ ഒരു രണ്ടാമത്തെ വേർഷനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ചിലർക്ക് പക്ഷേ മധുരം വല്ലാതെ താല്പര്യമില്ലാത്തവരുണ്ടാവും. അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് കുറച്ചോ കൂടുതലോ ഒക്കെ ആക്കി വയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളിതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതല്ലേ? അപ്പോൾ ഇപ്പം തന്നെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഴം നിറച്ചത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. കൂടുതൽ യമി റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി സന്ധിக்கலாம். അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, ബൈ. ഇനി പഴം കട്ട് ചെയ്ത് ചിലത് ശരിയാവാത്ത ഉണ്ടല്ലോ, അതെന്താ ചെയ്യാന്നറിയോ? നമ്മൾ റോൾ ചെയ്യാനൊന്നും മെനക്കെടണ്ട. അതായത് ഇതുപോലെ അങ്ങ് എന്താ പറയുക, ആ ഫില്ലിങ്ങിലേക്ക് അങ്ങ് എടുത്തിട്ട് അങ്ങ് ചാപ്പിടുക, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. Take care, be healthy, be happy and keep watching My Little Happiness by Pooja. നമുക്ക് വേഗം കാണാം കേട്ടോ. Bye.